സുഹൃത്തുക്കളെ, അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന ഞെട്ടലിലാണ് നമ്മൾ മലയാളികൾ. അതായത് കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറക്കും എന്ന് മാത്രമല്ല 3 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന വലിയ പ്രവചനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതാണ് മലയാളികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവം. എക്സിറ്റ് പോളുകൾ ഇന്നലെ വൈകുന്നേരം 6 മണി മുതലാണ് തുടങ്ങിയത്. 6 മണിക്ക് തുടങ്ങി ഒരു 6:30-ക്ക് ശേഷമാണ് പല സംസ്ഥാനങ്ങളും അനൗൺസ് ചെയ്തു വന്നത്. നമ്മൾ ഇന്നലെ 6 മണിക്ക് തന്നെ കേരളത്തിലെ 20 മണ്ഡലത്തിലെ ഫലം എന്ത് എന്ന പ്രവചനം നടത്തി വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് നേരത്തെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അത് 6 മണിക്കാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയും 6 മണിക്ക് അത് പബ്ലിഷ് ആകുകയും ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്നുകൂടി കണ്ടു മനസ്സിലാക്കുക. അതായത് എക്സിറ്റ് പോൾ പ്രവചനത്തിന് മുൻപ് തന്നെ നമ്മൾ കേരളത്തിൽ 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കാമെന്ന പ്രവചനം നടത്തിയിരുന്നു. അതിനുമപ്പുറത്തേക്ക് 2 സീറ്റ് വരെ LDFന് വിജയിക്കാം എന്ന പ്രവചനവും നടത്തിയിരുന്നു. അത് പാലക്കാട് സീറ്റും ഒപ്പം തന്നെ മാവേലിക്കര സീറ്റും LDFന് വിജയിക്കാം. ഈ സാധ്യതയാണ് നമ്മൾ പ്രവചിച്ചിരുന്നത്. നിങ്ങളും വീഡിയോ കണ്ട്, അതായത് ആ വീഡിയോയ്ക്ക് അടിസ്ഥാനം നമ്മളൊരു എക്സിറ്റ് പോൾ അല്ല, അതായത് പുറത്തിറങ്ങി വരുന്ന ആളുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷമുള്ള ഒരു എക്സിറ്റ് പോൾ പ്രവചനമല്ല നമ്മൾ നടത്തിയത്. നമ്മൾ പൊതുവെ കണ്ടത് കേരളത്തിലുള്ള ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം, 2 ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം, സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ. അതായത് ഈ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ആർക്കാണ് അതിൽ പ്രത്യേകതയുള്ളത്, അവിടുത്തെ മതസാമുദായിക ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം വിലയിരുത്തിയുള്ളൊരു ഒരു പ്രവചനമാണ് നടത്തിയത്. ഫലത്തിൽ ഈ ചാനലുകൾ നടത്തിയ പ്രവചനത്തോട് കിടപിടിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവചനം തന്നെ നടത്താൻ സാധിച്ചു എന്നൊരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, അത് കാണുക. ഇനി എക്സിറ്റ് പോളുകൾ സത്യമാണോ എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 2 തരം പോളുകൾ സംഭവിക്കാറുണ്ട്. ഒന്ന് അഭിപ്രായ സർവേ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന പ്രീ പോൾ, അതായത് വോട്ട് പെട്ടിയിൽ ഇടുന്നതിന് മുൻപ് മണ്ഡലത്തിൽ നടത്തുന്ന ഒരു അഭിപ്രായ സർവേയും, അതിനുശേഷം വോട്ട് ചെയ്തിറങ്ങുന്ന ആളുകളുടെ പ്രതികരണം, ഒരു സാമ്പിൾ നിരക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായം ചേർന്നുകൊണ്ടുള്ള ഒരു സർവേ. പൊതുവെ നമ്മൾ പറയുന്നത് പോലെ 2004 തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിലെത്തും എന്നതായിരുന്നു എക്സിറ്റ് പോൾ. പക്ഷെ അത് പൂർണ്ണമായും തകരുന്ന ഒരു ഫലമാണ് വന്നത്. BJP അന്ന് അധികാരത്തിൽ വന്നില്ല. അന്നത്തെ UPA ആണ്, മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അന്ന് എക്സിറ്റ് പോൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 2014-ലും 2019-ലേക്കൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ BJPക്ക് പ്രവചിച്ചതിലും കൂടുതൽ സീറ്റുകളിലേക്ക് അവർക്ക് എത്താൻ സാധിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അതേസമയം തന്നെ അഭിപ്രായ സർവേകൾ, അതായത് പ്രീ പോൾ, വോട്ട് ചെയ്യുന്നതിന് മുൻപുള്ള സർവേകൾ പലപ്പോഴും പാളിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, മനോരമ കഴിഞ്ഞ തവണ കേരളത്തിൽ നടത്തിയ പ്രവചനം അത് വളരെ പാളിപ്പോകുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റും നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. അതായത് ഇടുക്കിയിൽ MM മണി തോൽക്കുന്നു, അതേപോലെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തോൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് പൊതുവെ UDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രവചനമായിരുന്നു നടത്തിയിരുന്നത്. അത് കേരളത്തിലൊരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ നടത്തിയുള്ള ഒരു തവണ LDF, അടുത്ത തവണ UDF എന്ന നിലയിലുള്ള ഒരു പ്രവചനത്തിലേക്കാണ് അന്ന് മനോരമ കടന്നത്. അങ്ങനെ പലരും ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്നത് പോലെ എക്സിറ്റ് പോളിൽ ഒരു പെയ്ഡ്, ഒരു കാശ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു പോൾ ഉണ്ടാക്കുന്നുണ്ടോ? പ്രീ പോളിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പരിധിവരെ പ്രീ പോൾ സർവേകൾ ആ നാട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് വോട്ട് പെട്ടിയിലാക്കുന്ന സമയത്ത്, അതിന് മുൻപുള്ള സമയത്താണ് പ്രവചിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇതാ LDF അധികാരത്തിൽ വരാൻ പോകുന്നു, അല്ലെ UDF അധികാരത്തിൽ വരാൻ പോകുന്നു, അല്ലെ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു ഫീൽ ഉണ്ടാകുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് ശതമാനം വോട്ടുകൾ ഉണ്ടാവും, ഒരു 5%. പലപ്പോഴും അത് ഒരു വിജയത്തിൻ്റെ ഫാക്ടറായി മാറാറുള്ള വോട്ടുകളുമാണ്. ആ വോട്ടുകളെ സ്വാധീനിക്കാനും അവർ ഒരു പരിധിവരെ, ഒരു വലിയ പൊളിറ്റിക്കൽ നിലപാടൊന്നും ഉള്ളവരായിരിക്കില്ല, ഒരു കടുത്ത CPM-കാരോ BJP-കാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളോ ഒന്നും ആയിരിക്കില്ല. അതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരായിരിക്കും. അവരുടെ വോട്ടുകൾ എങ്ങോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പൊതു സാഹചര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ
ഈ പ്രീപോൾ സർവേകൾ, അഭിപ്രായ സർവേകൾ മാറാറുണ്ട്. അവിടെ പല മാനിപ്പുലേഷൻസും നടക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായ പോളുകൾ കൊടുക്കുന്നതിലൂടെ അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന ഇത്തരം അഭിപ്രായ സർവേകൾ രാഷ്ട്രീയ പാർട്ടികളെയും കാര്യമായി ചൊടിപ്പിക്കാറുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തി നിൽക്കുമ്പോഴാണ് അവർക്ക് ഒന്നും കിട്ടില്ല, അവർ തോറ്റുപോകും എന്നുള്ള പ്രവചനം വലിയ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്നത്. ഫലത്തിൽ അത് സ്വാധീനിക്കപ്പെടുന്നു എന്ന ആരോപണം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. നമുക്കറിയാം, പാലാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ നടത്തിയ ഒരു പ്രമുഖ ചാനൽ നടത്തിയ, ഏഷ്യാനെറ്റ് നടത്തിയ ഇത് പൊളിഞ്ഞു പോയപ്പോൾ അതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശമൊക്കെ അന്ന് കേരളത്തിലാകെ വൈറലായ ഒരു കണ്ടന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് എക്സിറ്റ് പോളായിരുന്നു. ഈ അഭിപ്രായ സർവേകൾ പൊളിയുന്നത് ഒരു സാധാരണഗതിയിൽ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ എന്തുകൊണ്ട് പെയ്ഡ് ആകണം എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്. ഇതിപ്പോൾ ഇന്നലെ നടത്തിയ പ്രവചനങ്ങളാണ്. അത് നാളെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ റിസൾട്ടിലേക്ക് കടക്കുകയാണ്. ഈ ഏജൻസികൾ ഇങ്ങനെ കാശ് കൊടുത്ത് ഈ സമയത്തൊരു പോളിൽ ഇപ്പോൾ BJP ജയിക്കുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമെന്നോ ഒരു എക്സിറ്റ് പോൾ ഫലം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ആർക്കുണ്ടാകാനാണ്? പ്രത്യേകിച്ച് യാതൊരു പ്രവചനവും അങ്ങനെ ഒരു മാനിപ്പുലേഷൻ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ ഏതെങ്കിലും തരത്തിൽ പെയ്ഡാണ് എന്ന ഒരഭിപ്രായത്തോട് യോജിക്കാൻ തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത് അതിലെന്തോ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് കാര്യത്തിന് തട്ടിപ്പ് നടക്കണം? അതായത് ഇങ്ങനൊരു ഇതാണോ അന്തിമ ഫലം? അതല്ല. കാരണം ജനങ്ങളുടെ വോട്ട് എന്ത് എന്നുള്ളത് EVM മെഷീനുകളിൽ ഇതിനകം തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊരു ഇതുകൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ EVM അട്ടിമറി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴായി ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴും ഈ എക്സിറ്റ് പോളിന് ശേഷവും കോൺഗ്രസ് അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ അത്തരം ആരോപണങ്ങൾ, അതായത് എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇതുവരെ EVMനെ വിശ്വസിച്ചിരുന്നവർ, 295 സ്ഥലങ്ങളിൽ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നവർ, കർണാടക അടക്കം പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയവർ, അങ്ങനെ ഒരു EVM ടാമ്പറിങ് ഇതുവരെ ശാസ്ത്രീയമായും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യവിരുദ്ധ ശക്തികൾ EVM ടാമ്പറിങ് നടന്നു, അത് തെളിയിക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ എന്തായാലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇതുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രതിപക്ഷത്ത് ഒരു സർക്കാരും അധികാരത്തിൽ വരില്ല. ഏറ്റവും കുറഞ്ഞത് BJPക്ക് കേരളത്തിലുള്ള ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല. CPM വലിയ ശത്രുക്കളാണ്, അവർ വീണ്ടും ഇനി അല്ലെങ്കിൽ UDF അല്ലേ ഉള്ളൂ ഓപ്ഷൻ. പകരം BJPക്ക് കുറച്ച് സീറ്റുകൾ കൂടുതൽ കൊടുക്കാമല്ലോ, ഒരു 10 സീറ്റെങ്കിലും ജയിപ്പിക്കാമല്ലോ. ഇപ്പോൾ ഈ ശ്രീധരനെയൊക്കെ ജയിപ്പിക്കാമല്ലോ. കാരണം ഈ ശ്രീധരനൊക്കെ വലിയ സാധ്യതയുള്ള ആളായിരുന്നു. സുരേഷ് ഗോപി സാധ്യതയുള്ള ആളായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാര്യമാണ്, അവരെയൊക്കെ ജയിപ്പിക്കാമായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും നടന്നു എന്ന തോന്നൽ ഇപ്പോഴുമില്ല. ഇനി അതിനും അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥല അട്ടിമറി ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷ സംഘടനാ ജീവനക്കാരായിരിക്കും. രണ്ടാമത് UDFനെ അനുകൂലിക്കുന്നവരുണ്ടാകും, BJPക്കാരും കുറച്ചെങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥതല അട്ടിമറിയും ഇനി നമുക്ക് സംശയിക്കാൻ കഴിയില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കള്ളവോട്ടുകൾ, ഇപ്പോൾ കേരളത്തിൽ കള്ളവോട്ട് ഉണ്ടായിരുന്നല്ലോ. കള്ളവോട്ടിന് എത്രയോ ആളുകളെ പിടിച്ച സംഭവമുണ്ട്. എന്തൊക്കെ മാനിപ്പുലേഷൻസ് നടക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തേക്ക് ടാമ്പറിങ്, EVM മെഷീനുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു വസ്തുതയോട് ഒരു തരത്തിലും എന്തായാലും ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. ആ കഥയുമായി വരുന്നവർക്ക് മറ്റെന്തോ താല്പര്യങ്ങൾ ഉണ്ട്. അത് രാജ്യവിരുദ്ധ താല്പര്യമാണ്, അത് ഈ മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള താല്പര്യമാണ് എന്ന സംശയത്തോടാണ് ചേർന്ന് നിൽക്കാനാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എക്സിറ്റ് പോളുകളെ കുറിച്ചാണ്. ഈ എക്സിറ്റ് പോളുകൾ ഈ 2004 തകർന്നു എന്ന് പറയുന്നു. അതായത് സാമ്പിളുകൾ അടക്കം പിഴവുകൾ സംഭവിച്ച് തകരാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും രാജ്യത്ത് ഈ 360-365 സീറ്റൊക്കെ BJPക്ക് പ്രവചിക്കുന്നതുകൊണ്ട് തന്നെ എറർ ഫാക്ടേഴ്സ് സ്വാഭാവികമായിട്ട് ഇതിലുണ്ടാകാം. അതിൽ പരമാവധി എന്തൊക്കെ പറഞ്ഞാലും BJP അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല. അങ്ങനെ ആർക്കെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ സ്വപ്നങ്ങൾ മാറ്റിവെക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ വസ്തുതാപരമായി തോന്നാൻ കഴിയുള്ളൂ.
ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പൾസ് കേരളത്തിലടക്കം BJPക്ക് അനുകൂലമായിട്ടുണ്ട്. ഇനി BJP ജയിച്ചില്ലെങ്കിൽ പോലും വോട്ടിംഗ് പെർസെൻറ്റേജിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ഒപ്പം തന്നെ ഈ പറയുന്ന ഈ തൊട്ടപ്പുറത്ത് ആറ്റിങ്ങൽ, ഈ മണ്ഡലങ്ങളിലൊക്കെ ഏതെങ്കിലും സാധ്യതകൾ, പലതരത്തിലുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവചനം നമ്മളുൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജ്യത്ത് ആരധികാരത്തിൽ വരും? ഇനി പ്രവചനത്തിന് സമയം വളരെ കുറവാണ്. ഈ സമയം പരമാവധി നിങ്ങളും ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഇഷ്ടപ്പെടുന്ന വീഡിയോകൾക്ക് ലൈക്ക് തരാനും മറക്കരുത്. നന്ദി.